വയനാട് തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി താമരശ്ശേരി ബിഷപ്പ്. ഉമ്മൻചാണ്ടി സർക്കാർ കാലത്ത് സംസ്ഥാന ബജറ്റിൽ പണം അനുവദിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ധനമന്ത്രിയായിരുന്ന KM മാണിക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായി താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു. വയനാട് താമരശ്ശേരി ചുരംപാതയ്ക്ക് ബദലായി മലയോര ജനതയും സഞ്ചാരികളും ഏറെ നാളായി കാത്തിരിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ പൂർത്തീകരണത്തോടെ വലിയ യാത്രാ ദുരിതത്തിന് പരിഹാരമാവും. കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്റർ, വയനാട് ജില്ലയിൽ 5.58 കിലോമീറ്ററുമായി 8.73 കിലോമീറ്ററാണ് പാതയുടെ ദൈർഘ്യം. ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം 4 വർഷം കൊണ്ട് പൂർത്തിയാകും. യാഥാർത്ഥ്യമായാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാതയാവും ഇത്. മറിയിപ്പുഴ മുതൽ മീനാക്ഷിപ്പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ 8.11 കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ്. പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റ് 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. 6 വളവുകളുള്ള റൂട്ടിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കപാതകളെ ബന്ധിപ്പിക്കുന്ന പാതയും ഉണ്ടാവും.